തെലങ്കാന നല്ലഗൊണ്ടയിൽ ഈ മാസം 18-ന് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവ് മലയാളിയെന്ന് സംശയമുണ്ടെന്ന് തെലങ്കാന പോലീസ് 24-നോട് പറഞ്ഞു. അന്വേഷണത്തിൽ കേരള പോലീസിന്റെ സഹായം തെലങ്കാന പോലീസ് തേടിയിട്ടുണ്ട്. 18/1/2025 January, we found an unknown dead body in a water canal near Gurram Port of Devarkonda subdivision, Nalgonda district, Telangana state. The body was highly decomposed. We are unable to preserve the fingerprints also because of the decomposition. After verification, we found that Peter England said, basing on the Peter England set style code, we requested Peter England authorities the details of the shirt and any other. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ അന്വേഷണത്തിൽ? കേരള പോലീസ് ഇതിനോടകം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ മാസം 18-നാണ് ഒരു യുവാവിൻ്റെ മൃതദേഹം തെലങ്കാനയിലെ ഗുറംപോഡ് കനാലിൻ്റെ കരയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് പറയുന്നതനുസരിച്ച് ഏകദേശം 30-നും 40-നും വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു യുവാവിൻ്റെ മൃതദേഹമാണ്. കൊല്ലപ്പെട്ട നിലയിലായിരുന്നു, ശരീരത്താകെ മുറിവുകളുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് പരിമിതിയുണ്ട്. ഇതാരുടേതാണെന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം തന്നെ അത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അങ്ങനെയാണ് ഈ യുവാവ് ധരിച്ചിരുന്ന ആ ഷർട്ട്, അതിൻ്റെ സ്റ്റൈൽ കോഡ് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. അതൊരു പീറ്റർ ഇംഗ്ലണ്ട് ബ്രാൻഡിൽ വരുന്ന ഒരു ഷർട്ടാണ്. അതിൻ്റെ കൃത്യമായ സ്റ്റൈൽ കോഡുകൾ എവിടെയാണ് വിറ്റതെന്ന് ആ കമ്പനിയെ സമീപിച്ചാൽ മനസ്സിലാകും. അങ്ങനെയാണ് തെലങ്കാന പോലീസ് ഈ കമ്പനിയെ സമീപിക്കുകയും ഈ യുവാവ് ധരിച്ച ആ ഷർട്ടിൻ്റെ സ്റ്റൈൽ കോഡ് കേരളത്തിൽ മാത്രമാണ് വിറ്റഴിഞ്ഞതെന്ന് ആ കമ്പനി സ്ഥിരീകരിച്ച് പറയുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട യുവാവ് മലയാളിയാണ് എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. അതിനുശേഷം കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ കേരള പോലീസിൻ്റെ ഇതിനകം തന്നെ സഹായം തേടിയിട്ടുണ്ട്. അതിൽ നേരത്തെ ഇപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ ശരീരം മുഴുവൻ അഴുകിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എന്തെങ്കിലും ഒരു സൂചനകൾ അവരുടെ ശാസ്ത്രീയ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഷർട്ട് ഡീകോഡ് ചെയ്തതിലൂടെ ഇത് മലയാളിയാണ് എന്ന സംശയം മാത്രമാണ്. പീറ്റർ ഇംഗ്ലണ്ട് ഷർട്ട് കേരളത്തിൽ വിറ്റതാണ്. ആ ഷർട്ട് കേരളത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചയാൾ. അപ്പോൾ ഒരു മലയാളിയാണ് എന്ന് പോലീസ് സംശയിക്കുന്നു. കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് തെലങ്കാന പോലീസ്. അതിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശാസ്ത്രീയ പരിശോധനകൾ അനിവാര്യമായ ഒരു കേസ് കൂടിയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.